പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷ പ്രതിഷേധം. കുംഭമേള അപകടം ഉൾപ്പെടെ ഉയർത്തിയായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം. മോഡിയെ കടന്നാക്രമിച്ചുള്ള പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തെ തുടർന്നും ഭരണപക്ഷ പ്രതിപക്ഷം വാക്കേറ്റമുണ്ടായി. മേക്ക് ഇൻ ഇന്ത്യ പരാജയമാണെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു. ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധമാണ് ഇരുസഭകളിലും അരങ്ങേറിയത്. കുംഭമേളയിലെ അപകടം ഉന്നയിച്ചായിരുന്നു ലോക്സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ പങ്കെടുത്ത പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി അടക്കം കടന്നാക്രമിച്ചു. രാഹുലിന്റെ പ്രസംഗം തടസ്സപ്പെടുത്താനും ഭരണപക്ഷ ശ്രമമുണ്ടായി. മേക്ക് ഇൻ ഇന്ത്യ പരാജയമെന്ന് പറഞ്ഞായിരുന്നു രാഹുലിന്റെ പ്രസംഗം. നിർമ്മിത ബുദ്ധി മേഖലയിൽ ഇന്ത്യയേക്കാൾ 10 വർഷം മുന്നിലാണ് ചൈനയെന്നും AI വേണ്ട ഡേറ്റ കൈവശപ്പെടുത്തിയിരിക്കുന്നത് ചൈനയും US-ഉമാണെന്നും രാഹുൽ പറഞ്ഞു. China has at least a 10-year lead on India in this space. China has been working on batteries, robots, motors, optics for the last 10 years, and we are behind. The reason China is sitting inside this country is because Make in India has failed. The reason China is sitting inside this country is because India is refusing to produce. And I am worried that India is going to give up this revolution to the Chinese once again. സാമ്പത്തിക നയങ്ങൾ ഗൗരവമായി എടുത്തിരുന്നെങ്കിൽ ഡൊണാൾഡ് ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിക്കാൻ വിദേശകാര്യമന്ത്രി S. ജയശങ്കറിനെ US-ലേക്ക് അയക്കേണ്ടി വരുമായിരുന്നില്ലെന്നും രാഹുൽ പരിഹസിച്ചു. ഇത് ഭരണപക്ഷ പ്രതിഷേധത്തിന് കാരണമായി. Leader of opposition cannot make such serious unsubstantiated statements. This is related to the relation between two countries. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധവുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് രാഹുൽ പറയുന്നതെന്നും നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ ക്ഷണത്തെക്കുറിച്ച് അദ്ദേഹം സ്ഥിരീകരിക്കാത്ത പ്രസ്താവനകൾ നടത്തരുതെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആവശ്യപ്പെട്ടു. കൈരളി ന്യൂസ്, ദില്ലി.